ദൈവത്തിന്റെ പോരാളികൾ അങ്ങനെ തൂറിത്തോറ്റ്. സന്തോഷം സന്തോഷം മാത്രം. ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റപ്പം നിനക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. അപ്പൊ നമുക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. മഴ ചതിച്ചു പറ. മഴയാണെങ്കിൽ ഒരു പോയിന്റും കൊണ്ട് വീട്ടിൽ പോയേനെ. ഇപ്പൊ നക്കി തോറ്റു. സോ ഈ രാജസ്ഥാന്റെ ബാറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ഞാൻ എന്തോ ഒരു സ്റ്റോറി ഇട്ടപ്പോ എനിക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഹിറ്റ്മാൻ ഉണ്ട്, ഇത് CSK അല്ല. അപ്പ ഞാൻ വിചാരിച്ചതാണ് നക്കി തോക്കണം, നക്കി തോറ്റു. എവിടെ ഹിറ്റ്മാൻ? ഹിറ്റ്മാൻ ലൂസ് മോഷൻ ആണ് തോന്നുന്നു. അതുകൊണ്ടാണ് അഴിഞ്ഞാട്ടം അടുത്ത കളിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. 150 ചേസ് ചെയ്യാൻ വന്നാണ് 11 ഓവറിൽ 6 ബോൾ 5 റൺ. എന്ത് സഞ്ജു സാംസൺ പഠിക്കുകയാണോ? എനിക്കൂടെ സഞ്ജു പോയപ്പോ രാജസ്ഥാന് ലോട്ടറി അടിച്ചു. മറ്റേ ചെന്നൈക്ക് പിന്നെ മാൻഡ്രേക്ക് എഫക്റ്റ് ആണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ സീസണിലും 10ാം സ്ഥാനത്ത് എന്തോ ആയിരുന്നു, അത് വിടും. പക്ഷെ രാജസ്ഥാൻ ശരിക്കും ലോട്ടറി അടിച്ചു. 3 കളി ജയിച്ചു തോന്നുന്നു. തവണ മിക്കവാറും ഉമ്മാരൊക്കെ കപ്പ് തൂക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും മുംബൈ തോറ്റു. എനിക്ക് സന്തോഷമായി. അണ്ണ നമുക്ക് ഈ അടിവാരം അതൊക്കെ പറ്റുള്ളൂ. നിങ്ങള് RCBയും കൂടി വന്നു കഴിഞ്ഞാൽ ടോപ്പ് സാധനമായി. നമുക്ക് ഈ കപ്പിന്റെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക അടിവാരം ടീംസ് ആയിട്ട്. അല്ല, ഞങ്ങൾ അടിവാരത്ത് നിങ്ങൾ മുകളിൽ നിൽക്കുമ്പോ അത് വലിയ രസമുള്ള പരിപാടിയല്ല. സോ ഈ കളിയൊന്നും ഞാൻ കാണുമെന്ന് വിചാരിച്ചൊന്നല്ല. പക്ഷെ 11 ഓവറാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് ആയിരിക്കുന്നു. ഇരുന്ന് കണ്ടു കളി. ചെക്കന്മാര് 15 വയസ്സുള്ള ഒരു ചെക്കനും അതേപോലെ 25 വയസ്സുള്ള ഒരു ചെക്കനും വീഡിയോ ഗെയിം കളിക്കുന്ന പോലെയാണ് ബുംറനെ വരെ അടിച്ച് തൂറ്റിച്ചു വിട്ടത്. ബുംറ ലാസ്റ്റ് ഒക്കെ തിരിച്ചു വന്നു, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ കളി, രാജസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പ് കിടുവാണ്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബാറ്റിംഗ് ലൈനപ്പ് ആണ്. അങ്ങനത്തെ അവകാശവാദമൊന്നും ഇല്ല. ഈ 2 എണ്ണം പോയി കഴിഞ്ഞ് വെച്ചാൽ പകുതിയുമുള്ളത് വാഴകളാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ ഒരു വാഴയുണ്ട്, വെസ്റ്റ് ഇൻഡീസ് ദുരന്തർ ഷിറ്റുമയർ എന്നാണ് പേരുണ്ട്. ആ ജയ്സ്വാൾ അവിടെ കിട്ടു ഫോമിൽ നിൽക്കുന്ന സമയത്ത് ബുംറയുടെ ബോളിലൊന്നും ഇവനെ തൊട്ടാൻ പറ്റില്ല എന്ന് ഇവൻ തന്നെ അറിയാം. ഇവൻ അടിക്കാൻ നോക്കുന്നു. എത്ര ബോൾ വേസ്റ്റ് ആയി, അല്ലെങ്കിൽ 160 170 എത്തിയിട്ടുണ്ടാവും. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ്. മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് നോമിന് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് ഹിറ്റുവിന്റെ ഇന്നിങ്സ് കണ്ടപ്പോ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അബു ബില്ല്, പൊട്ടല ലോട്ടറി, മുംബൈ ഇന്ത്യൻസ് തോറ്റു. നന്നായി അടുപ്പിച്ച് 2ാമത്തെ കളിയാണ് ഇപ്പൊ ദൈവത്തിന്റെ പോരാളികൾ തോൽക്കുന്നത്. വളരെ നല്ല കാര്യം. ഇടയ്ക്ക് എനിക്ക് റത്തർഫോർഡും മറ്റേ നമാൻ ദിറും കൂടി നിന്ന് അടിക്കുമ്പോ ജയിക്കില്ല എന്നൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ നാണം കെട്ട് തോക്കില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് അണ്ണം പോയി. ഈ രാജസ്ഥാൻ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ ഭയങ്കര സില്ലി ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ വിക്കറ്റ് പോയപ്പോ റത്തർഫോർഡിന്റെ ഒരു ക്യാച്ച് വിട്ടു, കുറെ ഫീൽഡിംഗ് മിസ്. പക്ഷെ രാജസ്ഥാനെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സഞ്ജു സാംസൺ പോയതിനു ശേഷം യു ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദെയർ ലൈനപ്പ്. അവര് ബോളിംഗ് യൂണിറ്റ് നോക്ക്. ആർച്ചർ, പിന്നത്തെ ബർഗറാ പിസയ, അങ്ങനെ ഏതോ ഒരുത്തൻ, രവി ബിഷ്ണോയ്, സന്ദീപ് ശർമ്മ. ആർച്ചറിനെയൊക്കെ എല്ലാവരും അടിച്ച് പറത്തിണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ. പക്ഷെ ഇതൊക്കെ കിഡു കംബാക്ക് ആണ്. ഗുജറാത്ത് ടൈറ്റന്റെ ഒപ്പം ഇവിടെ 18th and 19th ഓവർ തുഷാർ ദേശ്പാണ്ഡെയുടെയും അതേപോലത്തെ ആർച്ചറിന്റെ ഓവർ, ആ 2 ഓവർ കാരണമാണ് അവര് കളി ജയിച്ചത്. ജഡേജ ഉണ്ട്, ജഡേജയ്ക്കൊന്നും പിന്നെ ബോളിംഗ് കൊടുക്കണേ ഇല്ല. തോന്നുന്നു ജഡേജയുടെ ആവശ്യം പോലും ഇല്ല തോന്നുന്നു. ബാറ്റിംഗ് ഒക്കെ ഞാൻ പറയാം, യശസ്വി ജയ്സ്വാളും അതേപോലെ സൂര്യവംശിയും പോയി കഴിഞ്ഞ് വെച്ചാൽ ഒക്കെ വാഴത്തോട്ടങ്ങളാണ്. പക്ഷെ അവര് നിന്ന് കഴിഞ്ഞു വെച്ചാൽ കളി പോയി ഉറപ്പിച്ചോ. പിന്നെ ടേക്കിംഗ് എ ലുക്ക് അറ്റ് മുംബൈ ഇന്ത്യൻ സൈഡ്, ആരൊക്കെ പറയുന്നത് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ടുള്ള ടീമാണ്. എനിക്ക് ഇന്നേ വരെ തോന്നിയില്ല. എനിക്ക് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ ടീമൊക്കെ ശോക സാധനമാണ് തോന്നിയിരിക്കുന്നത്. മുംബൈയുടെ ബോളിംഗ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ബുംറ ഹീസ് എ ഗാഡ്. ബുംറ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ബുംറയ്ക്കും കൂടി അടി കിട്ടാൻ തുടങ്ങിയ പിന്നെ ചെണ്ടകളാണ്. ലോർഡ് ശ്രദ്ദുൽ താക്കൂർ ആവും. 6 ബോൾ ചിലപ്പോ 5 ബോളിൽ 30 റൺ കൊടുക്കും, 6ാമത്തെ ബോളിൽ വിക്കറ്റ് എടുക്കും. ബാറ്റിംഗിൽ ഹിറ്റ്മാൻ ക്ലിക്കായ ആയി. അതേപോലെ തന്നെ ബാറ്റിംഗും അത്ര വലിയ കിഡു ബാറ്റിംഗ് ഒന്നും ഇല്ല. റത്തർഫോർഡ് ഒക്കെയാണ്, വല്ലപ്പോഴൊക്കെ അടിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും നോമിന് വളരെ സന്തോഷമായി. ഇനി അടുത്തുള്ള കളികൾ മുംബൈ തോൽക്കട്ടെ എന്ന് നോം പ്രാർത്ഥിക്കാം. നമുക്ക് ചെന്നൈ മുംബൈയും കൂടിയിട്ട് അടിവാരത്ത് ആഘോഷിക്കാം.